രാവിലെ എണീറ്റ് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ. എൻ്റെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കോംബോ ആണ് അപ്പവും വെജിറ്റബിൾ സ്റ്റൂവും. എന്നാൽ പിന്നെ ഇന്ന് എൻ്റെ വെജിറ്റബിൾ സ്റ്റൂ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് തുടങ്ങാം. എവരിവൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ടേസ്റ്റ് ചെക്ക് വിത്ത് എലി. അപ്പോൾ നമുക്കൊരു കുക്കറിലേക്ക് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് 1/2 ഗ്ലാസ് ഗ്രീൻ പീസ്, 1 കപ്പ് വെള്ളം, 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഗ്രീൻ പീസ് പെട്ടെന്ന് വേവാനായിട്ടാണ്. ഇനി കുക്കർ അടച്ച് ഒരു 7 വിസിൽ കുക്കർ അടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ 6 ഗ്രാമ്പൂ, ഒരു 5 ഏലക്ക പൊട്ടിച്ചത്, 4 പീസ് കറുവാപ്പട്ടയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അത് ചൂടായി വരുമ്പോൾ ഒരു സവാള, ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞത്, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ആഡ് ചെയ്യാം. അതുപോലെ 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായി വഴഞ്ഞു വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്യാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് കൂടി ആഡ് ചെയ്യാനായിട്ട്, അതിനായിട്ട് ഞാൻ 1 ക്യാരറ്റ് ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞത്, അതുപോലെ 1 പൊട്ടറ്റോയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസിലേക്ക് ഇത് നമുക്ക് മാറ്റാം. ഇനി അതുപോലെ തേങ്ങയുടെ 2ാം പാലും കൂടിയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് ഇളക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ച് ഒരു 2 വിസിൽ കൂടി അടുപ്പിക്കാം. അങ്ങനെ നമ്മുടെ പ്രഷറൊക്കെ പോയി റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് തേങ്ങയുടെ 1ാം പാൽ കൂടി ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചെറുതായിട്ട് തിള വന്നു തുടങ്ങുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. 1 സ്പൂൺ നെയ്യിലേക്ക് കുറച്ച് കാഷ്യൂവും കിസ്മിസും നമുക്ക് ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ട് ബ്രൗൺ നിറമായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഈ കുക്കറിലേക്ക് നമുക്കത് മാറ്റാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി അങ്ങനെ എൻ്റെ വെജിറ്റബിൾ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. So everyone, thanks for watching.